മിഥുൻ്റെ അന്ത്യയാത്രയാണ് ഇന്ന്. വളരെ സങ്കടകരമായ യാത്രയായിരിക്കും. കാരണം തേവരക്കര ബോയ്സ് സ്കൂളിൽ അവൻ പഠിച്ച, ഒടുവിൽ അവൻ്റെ ജീവനെടുത്ത സ്കൂളിലാണ് അവനിന്ന് മടങ്ങാൻ പോകുന്നത്. ദിലീപ് ദേവസ്യമുണ്ട് അവിടെ. ദിലീപ്, മോർണിംഗ് ദിലീപ്. അവിടെ ക്രമീകരണങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? 10 മണിയോടുകൂടി ആണ് അവിടെ പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, അധ്യാപകരോ മറ്റുള്ളവരോ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. ഇപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മകനെ, അതായത് മിഥുന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാം. മാത്രമല്ല ഈ ഗ്രൗണ്ടിലാണ്, ഇവിടെ സ്കൂളിൻ്റെ നടുമുറ്റത്തുള്ള ഗ്രൗണ്ടിലാണ് ഇപ്പോൾ മകനെ ഇവിടെ മൃതദേഹം വയ്ക്കും. അതിനുശേഷം ചുറ്റും ഉള്ള പൊതുദർശനം അത് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ ഒരു ആൾക്കൂട്ടം മകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തായിരിക്കും ഇന്ന് മകന് ഇവിടെ മൃതദേഹം വയ്ക്കുക. അത് ഇതുവഴി കയറിയ ശേഷം ഒന്ന് റൗണ്ട് അടിച്ച് പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ സ്കൂളിൻ്റെ അധികൃതരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിന് വലിയ ആൾക്കൂട്ടം കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടെ നടത്തുമെന്നാണ് പോലീസും. അവിടെ നല്ല മഴയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്നു, പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന്. ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രി തോരാതെ മഴ പെയ്തിരുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. മാത്രം കൊല്ലം നഗരത്തിലൊക്കെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു പന്തൽ പോലെ കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻപിലായിരിക്കും ഈ മകൻ്റെ ഈ ഫ്ലെക്സിന്, അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റും സ്റ്റാഫ് PTA, മാതൃ PTA ബോയ്സ് ആൻഡ് ഗേൾസ് സ്കൂൾ തേവലക്കര എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ണീരിൽ പൊന്നുമോന് കണ്ണീർ പ്രണാമം മിഥുൻ ഇതിവിടെ ആയിരിക്കും മൃതദേഹം. 10 മണിയോടുകൂടി ആയിരിക്കും. താങ്ക് യു ദിലീപ്. നമുക്ക് വരാം ആ ദൃശ്യങ്ങളിലേക്ക്. വളരെ കരളലിയിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും. അതാണൊരു സങ്കടം. കാരണം അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും അവിടെ. അവൻ പഠിച്ച സ്കൂളാണ്.